സംഭവത്തിൽ കേസെടുത്തോ എന്ന് അന്വേഷിച്ച പൊതുപ്രവർത്തകയോട് വിദേശിക്ക് മെന്റലാണ് എന്നാണ് വർക്കല SHO ദിലീപിന്റെ മറുപടി. തിരുവനന്തപുരം വർക്കലയിൽ വിനോദസഞ്ചാരിക്ക് ക്രൂരമർദ്ദനം. ബീച്ചിൽ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരിയെ വാട്ടർ സ്പോർട്സ് ജീവനക്കാർ മർദ്ദിച്ചുവെന്നാണ് പരാതി. ഗ്രീക്ക് പൗരന് റോബർട്ടിനാണ് സാരമായി പരിക്കേറ്റത്. Please help me. Please, Indian people, help me. I begin to walk on the beach. And on the beach it's board and some tent. And I passed it. I have my phone, my mobile phone. Because policeman broke my phone in the Friday. He dropped on my bag, broke my phone. സംഭവത്തിൽ കേസെടുത്തോ എന്ന് അന്വേഷിച്ച പൊതുപ്രവർത്തകയോട് വിദേശിക്ക് മെന്റലാണ് എന്നാണ് വർക്കല SHO ദിലീപിന്റെ മറുപടി. മെന്റലാണെങ്കിൽ ഇങ്ങനെ ഇടിക്കുമെന്നാണോ? അതുകൊണ്ട് ഇടിച്ച് കണ്ണൊക്കെ വീർത്തിരിക്കുക ഭാവത്തിന്. ഹാഷ്മി, അതിക്രൂരമായ മർദ്ദനമാണ് ഈ വിദേശ പൗരൻ അല്പം മുമ്പ് വർക്കലയിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഏതാണ്ട് രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഇയാൾ ഗ്രീസ് സ്വദേശി, ഗ്രീക്ക് പൗരനാണെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. റോബർട്ട് എന്ന പേരാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പോലീസിന് ഇയാളുടെ ഇത്തരം രേഖകൾ, അതായത് വിദേശത്വം തെളിയിക്കുന്ന രേഖകൾ ഇയാളുടെ കൈവശമില്ല. അത് ഇമിഗ്രേഷൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് ഇയാളുടെ പൗരത്വം സംബന്ധിച്ച് പോലീസിന് സംശയം നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, രാവിലെ 9 മണിയോടുകൂടി പോലീസിന്റെ മുമ്പിൽ വെച്ചടക്കം ഈ വിദേശ പൗരനെ, കേരളത്തിലേക്ക് എത്തിയ വിദേശ പൗരനെ അതിക്രൂരമായി മർദ്ദിച്ചിട്ടും പോലീസ് അതിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 9 മണിയോടെ ഇയാൾ വർക്കല ബീച്ചിലേക്ക് എത്തുകയായിരുന്നു. വർക്കല ബീച്ചിലേക്ക് എത്തി. ഇയാളുടെ ഫോൺ കഴിഞ്ഞ ദിവസം ആ സ്ഥലത്ത് നഷ്ടപ്പെട്ടു എന്നാണ് ഇയാൾ പറയുന്നത്. അത് അന്വേഷിച്ചാണ് ഇയാൾ അവിടേക്ക് എത്തിയത്. അന്വേഷിച്ചെത്തിയതിനു ശേഷം ഫോൺ തിരഞ്ഞതിന് ശേഷം കടലിൽ കുളിക്കാൻ ഇറങ്ങി. കടലിൽ കുളിക്കാൻ ഇറങ്ങുന്നത് വാട്ടർ സ്പോർട്സ് ജീവനക്കാരായ തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികൾ തടയുന്നു. ആ തടയുന്നത് വാക്കേറ്റത്തിലേക്ക് എത്തുന്നു. ആ വാക്കേറ്റം അതിക്രൂരമായ മർദ്ദനത്തിലാണ് കലാശിച്ചത്. ഇയാളെ ഈ കടലിൽ നിന്ന് വലിച്ചിഴച്ച്, മണലിലൂടെ വലിച്ചിഴച്ച് പാവനാശം പോലീസ് ഹെഡ് പോസ്റ്റിന് മുന്നിൽ കൊണ്ടിട്ട് അവിടെയിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. അയാളുടെ വസ്ത്രം മുഴുവൻ കീറിയിട്ടുണ്ട്. കണ്ണൊക്കെ വല്ലാത്ത രീതിയിൽ ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ കാലിലൊക്കെ അയാൾക്ക് കാര്യമായി പരിക്ക് ഏറ്റിട്ടുണ്ട്. അതിനുശേഷം നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്നാണ് ഈ മർദ്ദനം അവിടെ നിന്ന് അവസാനിപ്പിച്ച് തൊഴിലാളികൾ അവിടെ നിന്ന് പിൻവാങ്ങിയത്. തൊട്ട് പിന്നാലെ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസിലേക്ക് ഇയാളെ കൈമാറിയിട്ടുണ്ട്. ഈ വിദേശ പൗരൻ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാളെ ഇപ്പോൾ പോലീസ് വർക്കല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇയാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ തൊഴിലാളികളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് കേസെടുത്തിട്ടില്ല. പോലീസ് അതിനെ സാമാന്യവൽക്കരിക്കുകയാണ്. അല്പം മുമ്പ് വർക്കല SHO നമ്മൾ പ്രാദേശിക ലൈനോട് സംസാരിച്ചതാണ്. മെന്റലാണ് അവിടെ ചെന്ന് മൊബൈൽ എടുത്ത് അവർ 2-3 ദിവസം കൊണ്ട് അയാൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചോണ്ടിരിക്കുക. ഞങ്ങള് എമിഗ്രേഷനിലൊക്കെ അറിയിച്ചിട്ടിരിക്കുക. ഇയാൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഇവിടെ കൊണ്ട്, അയാൾ ഏത് രാജ്യക്കാരനാണെന്ന് പോലും നമുക്കറിയില്ല. അയാൾ മെന്റലി ഡിസോർഡർ ആണ്. അയാൾ ഇന്നലെയും വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ക്ലിപ്പിൽ വന്ന് 1-2 പേരായിട്ട് വിഷയം ഉണ്ടാക്കി. ഇദ്ദേഹം മൊബൈലിൽ നിന്ന് എടുത്ത് അമ്മര് ഒരു അടിയും കണ്ട് അടിച്ചു. അവനെ ഇവിടെ കൊണ്ട് ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. മറ്റാൾക്ക് വിദേശിയൊന്നും കൊണ്ടുവന്നില്ല. മെന്റൽ ആയിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, മാനസികാസ്വാസ്ഥ ആയിക്കോട്ടെ, അതിന് അവനെ 1-2 അടി അടിച്ചിട്ടുണ്ടോ? 1-2 അടിയൊന്നുമല്ല, നല്ല ഇടി കൊടുത്തിട്ടുണ്ട്. കണ്ണൊക്കെ ഇടിച്ച് വീർത്തിരിക്കുന്നത് 1-2 അടി അടിച്ച് ഇങ്ങനെ ആവുമോ? പോലീസ് അക്രമികൾക്കൊപ്പം നിന്നു. നിസ്സംശയം പറയാം ഹാഷ്മി, അങ്ങനെ തന്നെ